നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ഇന്നൊരു കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർവീസ് സെൻറ്ററിൽ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, അവർ എല്ലാം ക്ലീൻ ചെയ്ത്, ഉള്ളിലെല്ലാം ക്ലീൻ ചെയ്ത്, എല്ലാം നല്ല വൃത്തിയായിട്ട് എയറൊക്കെ അടിച്ച് തന്നു. അത് കഴിഞ്ഞ് മൊത്തം നല്ല കെമിക്കലൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് വാഷ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. കേട്ടോ, ഇതാണ് പുറത്തോട്ട്. കേട്ടോ, ഇതെല്ലാം എടുത്ത് ആ ചവിട്ടിയെല്ലാം കൊണ്ടുപോയി വീണ്ടും അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറിലെല്ലാം പൊതിഞ്ഞ് നല്ല പ്രഷറിൽ വെള്ളമടിച്ച്, അതുപോലെ നല്ല നല്ല കെമിക്കലിട്ട്, പിന്നെ അതിനൊരു ഷൈനിങ് ഉണ്ടാകാനായിട്ട് എന്തോ ഒരു പോളിഷ് പോലത്തെ ഒരു സാധനം അടിച്ച്, അങ്ങനെയൊക്കെ എല്ലാം അടിച്ച് ക്ലീൻ ആക്കിയിട്ടാണ് വൈകുന്നേരം അവിടെ നിന്ന് പോകുന്നത്. ഭയങ്കര ചൂടാണ് ഇവിടെ. ആ ചൂടിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് നേരെ പൊക്കി വെച്ചിട്ട് വാഷ്, പക്ഷേ ഇവിടെ ചെറിയ പൈസ കൊണ്ട് ചെയ്യണ കാരണം അടിയിൽ വാഷ് ചെയ്യണത് കുറവാണ്. അപ്പോൾ ഈ റോഡിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലമായിരുന്നേ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂർ കൊണ്ട് 30 റിയാൽ കൊടുത്ത് അകവും പുറവും എല്ലായിടും വാഷ് ചെയ്ത് ക്ലീനാക്കി. ഇവിടെ ഓയിൽ ചേഞ്ചും അതുപോലെ തന്നെ ഈ ഇങ്ങനെ വെള്ളം അടിച്ച് സർവീസ് ചെയ്യണതുള്ളത്. ഇതൊരു മലയാളിയുടെ സ്ഥലമാണ്. ഇത് സൗദി അറേബ്യയിൽ അൽഖർജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യണത്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെയാണ് വാഷ് ചെയ്യാറ്. ഇവിടെ കുറച്ച് ബംഗാളികളും അതുപോലെ തന്നെ നേപ്പാളികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയും ഒരു എന്താ പറയുക, പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഒരു സ്ഥലമാണ്, ഹൈവേയോട് ചേർന്നിട്ട് തന്നെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ വാഷ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അതിനിടയിലാണ് ഇവർ ഈ പണിയെടുക്കണം. പിന്നെ ആകെ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നേരത്തെ ഞാനിവിടെ വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അവർ തുടച്ച് ക്ലീനാക്കി നമുക്ക് വണ്ടി കയ്യിൽ തരും. നല്ല നല്ല ക്ലീനായിട്ട്. പെർഫ്യൂം വേണമെങ്കിൽ പെർഫ്യൂം അടിച്ചു തരും. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. പക്ഷേ ഞാനവിടെ ഇരിക്കാനൊന്നും നിന്നില്ല. കാരണം എന്താണെന്നറിയോ, ചൂട്ടത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പം അതുകൊണ്ട് അവിടെ ഇരുന്നില്ല. അവർ തുടച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് പോന്നു. ഹൈവേയിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹമ്പുണ്ട് ഇതിൻ്റെ പുറത്ത്. അവിടെ വരുമ്പോൾ വണ്ടി സ്ലോ ആവും. അപ്പോൾ ഭയങ്കര ട്രാഫിക്കാവും അവിടെ. അങ്ങനെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുന്നിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.